ടോട്ടോച്ചാൻ ജനാലയ്ക്കരികിലെ വികൃതിക്കുട്ടി. അൻവർ അലി പരിഭാഷ ചെയ്തിട്ടുള്ള ഇതിൻ്റെ ബാക്കി നമുക്ക് വായിച്ചു നോക്കാം. ഇതിൻ്റെ അടുത്ത പാർട്ടാണ് വായിക്കുന്നത്. ഒക്കെയും തിരികെ കോരിയിടുന്ന വിദ്യ. അതെന്തൊരു ദിവസമായിരുന്നു. ടോട്ടോച്ചാന് ഏറെ പേഴ്സ് ടോയ്ലറ്റിനടിയിൽ വീണുപോയ ആ ദിവസം. മുൻപൊരിക്കലും അവൾ ഇത്ര കഠിനമായി അധ്വാനിച്ചിട്ടില്ല. പേഴ്സിൽ പണമൊന്നുമില്ലെങ്കിലും ടോയ്ലറ്റിൽ പോകുമ്പോൾ പോലും അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കും. അത്രയേറെ ഇഷ്ടമായിരുന്നു അവൾക്കത്. പട്ടുനൂല് കൊണ്ട് നെയ്ത ചുവപ്പും പച്ചയും മഞ്ഞയും വരകളുള്ള അഴകുറ്റ ചതുര പേഴ്സ്. അഗ്രത്തിലെ ത്രികോണാകൃതിയിലുള്ള ഫ്ലാപ്പിൽ ഒരു വെള്ള പതക്കം പോലെ സ്കോട്ട്ലൻഡുകാരനായ ടെറിയർ നായയുടെ കൊച്ചു ചിത്രം. ടോട്ടോച്ചാനൊരു ശീലമുണ്ടായിരുന്നു. ടോയ്ലറ്റിൽ പോയതിന് ശേഷം അവൾ കുഴിയിലേക്ക് എത്തി വലിഞ്ഞു നോക്കും. തീരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവളിത് ചെയ്യുമായിരുന്നു. പള്ളിക്കൂടത്തിൽ പോയി തുടങ്ങുന്നതിന് മുമ്പ് അനേകം കുഞ്ഞു തൊപ്പികൾ ഇത്തരത്തിൽ അവൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. വിലപിടിപ്പുള്ള പനമ്പ് കൊണ്ട് നിർമ്മിച്ച അപൂർവമായ ഒന്നും വെള്ളത്തൂവല തുന്നിച്ചേർത്ത മറ്റൊന്നും ഉൾപ്പെടെ അക്കാലത്തെ ടോയ്ലറ്റുകൾ ആധുനീകരിക്കാൻ നിർമ്മിച്ചവയായിരുന്നില്ല. സ്ലാബിനടിയിൽ ഓവുകളോട് കൂടിയ വലിയൊരു കുഴി തയ്യാറാക്കുകയാണ് പതിവ്. ഈ കുഴിയിൽ തൻ്റെ ഹാറ്റുകൾ ഒഴുകി നടക്കുന്നത് അവൾക്ക് കാണാം. ടോയ്ലറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് എത്തി വലിഞ്ഞ് നോക്കരുതെന്ന് അമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു. അന്നേ ദിവസം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ടോട്ടോച്ചാൻ ടോയ്ലറ്റിലേക്ക് പോകേണ്ടി വന്നു. അമ്മയുടെ വിലക്ക് അവൾ കോർക്കാൻ കഴിയും മുമ്പ് തന്നെ അറിയാതെ താഴേക്ക് നോക്കിപ്പോയി. ആ ഒരു നിമിഷത്തിൽ പേഴ്സിലെ പിടി ഒന്നയഞ്ഞിരിക്കണം. അത് കയ്യിൽ നിന്ന് വഴുതി വീണു. വെള്ളം തെറിപ്പിച്ചുകൊണ്ട് കുത്തനെ കുഴിയിലേക്ക്. അയ്യോ! താഴെ ഇരുട്ടിലേക്ക് കണ്ണും നട്ട് ഒരു അപശബ്ദം പുറപ്പെടുവിക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. പക്ഷെ കുത്തിയിരുന്ന് കരയാൻ ടോട്ടോച്ചാൻ കൂട്ടാക്കിയില്ല. പേഴ്സ് ഉപേക്ഷിക്കാനും അവൾ നേരെ വാച്ചറുടെ ഷെഡിലേക്ക് ഓടി. തോട്ടിപ്പണിക്ക് ഉപയോഗിക്കുന്ന ഒരു കൂറ്റൻ മൺവെട്ടി പണിപ്പെട്ടെടുത്തുകൊണ്ടുവന്നു. തടിയിൽ പണിത പിടികളുള്ള അവളുടെ 2 ഇരട്ടി നീളമുണ്ടായിരുന്നു. പക്ഷേ അതൊരു പ്രശ്നമേ അല്ലെന്ന ഭാവത്തിൽ മൺവെട്ടിയും തോളിലേറ്റി അവൾ സ്കൂളിൻ്റെ പിൻവശത്തേക്ക് നടന്നു. ഓവുചാൽ അവസാനിക്കുന്ന സ്ഥലം എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് കണ്ടുപിടിക്കാനായില്ല. ടോയ്ലറ്റിൻ്റെ പിൻമതിലിന് പുറത്തായിരിക്കും അത് ചെന്ന് നിൽക്കുന്നതെന്നായിരുന്നു അവളുടെ ധാരണ. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം അവളത് കണ്ടെത്തി. അല്പം അകലെയായി കോൺക്രീറ്റിലുള്ള ചെറിയൊരു സ്ലാബ്. വളരെ കഷ്ടപ്പെട്ട് അവൾ സ്ലാബ് ഉയർത്തി. താൻ തിരഞ്ഞ സംഭവം തന്നെയാണിതെന്ന് അവൾക്ക് ബോധ്യമായി. പതുക്കെ തല ഉള്ളിലേക്ക് കടത്തി. അയ്യോ, ഇത് കുഹോൻ ബസ്തുക്കുളത്തിൻ്റെ അത്രയും ഉണ്ടല്ലോ. ടോട്ടോച്ചാൻ അറിയാതെ പറഞ്ഞുപോയി. അവൾ പണി ആരംഭിച്ചു. ആദ്യം പേഴ്സ് കണ്ടേക്കുമെന്ന് അവൾക്ക് തോന്നിയ ഭാഗത്തു നിന്നും അഴുക്ക് കുറേശ്ശെ കോരി മാറ്റാൻ തുടങ്ങി. 3 ടോയ്ലറ്റുകളിലെയും ഓവുകൾ ചേർന്ന് വരുന്ന കൂറ്റൻ ടാങ്കാണ്. ഇരുട്ടു നിറഞ്ഞതും ആഴമേറിയതും. ടോട്ടോച്ചാൻ്റെ കുഞ്ഞു തല അപകടകരം ആവും വിധം ദ്വാരത്തിനുള്ളിലായിരുന്നു. അവൾ ഉള്ളിൽ വീണു പോകാൻ തന്നെ ഇടയുണ്ട്. കുറേ കൂടി സുരക്ഷിതമായ സ്ഥാനത്തിരുന്ന് കുറേശ്ശെ കോരുക മാത്രമേ നിർവാഹമുള്ളൂ എന്ന് അവൾക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഉള്ളിലുള്ള പദാർത്ഥങ്ങൾ കോരിയെടുത്ത് അവൾ ദ്വാരത്തിന് ചുറ്റുമായി നിക്ഷേപിച്ചു കൊണ്ടിരുന്നു. ഓരോ തവണയും ടോട്ടോച്ചാൻ മൺവെട്ടിയിലെ വസ്തുക്കൾ നന്നായി പരിശോധിച്ചു. പേഴ്സ് കണ്ടുപിടിക്കാൻ ഇത്രയേറെ കഷ്ടപ്പെടേണ്ടി വരുമെന്ന് അവൾ കരുതിയില്ല. നേരെ ഒരുപാടായി അവൾ കോരിക്കൊണ്ടിരുന്നു. പേഴ്സ് എവിടെ? പേഴ്സ് പോയിട്ട് അതിൻ്റെ പൊടി പോലും കാണാനില്ല. ഒടുവിൽ മണി മുഴങ്ങി. ക്ലാസ് ആരംഭിക്കാൻ സമയമായി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവൾക്ക് ഒരൊത്തും പിടിയും കിട്ടിയില്ല. എന്തായാലും ഇത്രയുമായ സ്ഥിതിക്ക് കുറച്ചുകൂടി നോക്കുക തന്നെ അവൾ നിശ്ചയിച്ചു. പൂർവാധികം വാശിയോടെ അവൾ തിരച്ചിൽ തുടർന്നു. ഇതിനിടയിൽ മാസ്റ്റർ അതുവഴി വന്നു. അപ്പോഴേക്കും കുഴിക്കരികിലെ അഴുക്കിൻ്റെ ഒരു കൂമ്പാരം രൂപം കൊണ്ട് കഴിഞ്ഞിരുന്നു. ടോട്ടോ, നീ എന്താ ചെയ്യണേ? മാസ്റ്റർ ചോദിച്ചു. എൻ്റെ പേഴ്സ് ടോയ്ലറ്റിൽ വീണു, അത് തിരയാ. കോരുന്നതിനിടയിൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൾ പറഞ്ഞു. ഉവ്വോ, നടക്കട്ടെ. തൻ്റെ പതിവ് ശൈലിയിൽ കൈകൾ പിന്നിൽ കെട്ടി അദ്ദേഹം നടന്നകന്നു. നേരം കടന്നു പോയിക്കൊണ്ടിരുന്നു. അവൾക്ക് ഇതുവരെയും പേഴ്സ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. കൂനയുടെ ഉയരം കൂടി വന്നു. ഗന്ധവും. മാസ്റ്റർ വീണ്ടും വന്നു. കിട്ടിയോ? അദ്ദേഹം ചോദിച്ചു. ഇല്ല. കൂനകൾക്കിടയിൽ നിന്ന് ടോട്ടോച്ചാൻ കഴുത്തുയർത്തി. മുഖം വിയർത്തൊലിക്കുന്നുണ്ടായിരുന്നു. കൗളുകൾ വല്ലാതെ ചുവന്നിരുന്നു. അവളുടെ അടുത്തേക്ക് അല്പം കൂടി നീങ്ങി നിന്ന് കുസൃതി നിറഞ്ഞ സൗഹൃദ ഭാഗത്തിൽ മാസ്റ്റർ പറഞ്ഞു. തെരഞ്ഞു കഴിഞ്ഞാലേ ഒക്കെയും തിരികെ കോരിയിടണം. എന്താ, ഇടുവോ? ശേഷം പഴയ മട്ടിൽ അദ്ദേഹം നടന്നു മറന്നു. ഉവ്വ്, ഇടാലോ.
കോരലും തെരച്ചിലും തുടർന്നുകൊണ്ട് ഉത്സാഹപൂർവ്വം ടോട്ടോച്ചൻ പറഞ്ഞു. അഴുക്ക് കൂമ്പാരത്തിൽ കണ്ണൊന്നും തടഞ്ഞപ്പോൾ പെട്ടെന്ന് അവൾക്കൊരു സംശയം ഉദിച്ചു. കട്ടിയുള്ളതെല്ലാം ഒടുക്കൽ തിരിച്ചിടാം, പക്ഷേ ഈ വെള്ളം പോലുള്ള ഇത് എന്ത് ചെയ്യും? ദ്രാവകം പോലെയുള്ള എന്തോ ഒന്ന് അവശിഷ്ടങ്ങൾ മണ്ണിലേക്ക് ഒലിച്ചിറങ്ങി കഴിഞ്ഞിരുന്നു. ഒക്കെയും തിരികെ നിക്ഷേപിച്ചേക്കാമെന്ന് മാസ്റ്റർക്ക് വാക്ക് കൊടുത്തതാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവൾ പണി നിർത്തി. താഴ്ന്നു പോയ ജലം തിരികെ കുഴിയിലേക്ക് ഇറക്കുന്നതിനെക്കുറിച്ച് ഗാഢമായി ചിന്തിച്ചു. വെള്ളം ഒലിച്ചിറങ്ങിയ ഭാഗത്തെ നനഞ്ഞ മണ്ണ് പകരവിടാം. ഒടുവിൽ അവൾ നിശ്ചയിച്ചു. ടാങ്ക് മിക്കവാറും ശൂന്യമായി കഴിഞ്ഞു. കൂനയാകട്ടെ ഇപ്പോൾ ശരിക്കും ഒരു പർവ്വതം. അവശിഷ്ടങ്ങൾക്കിടയിലെയോ ടാങ്കിനുള്ളിലോ പേഴ്സിൻ്റെ നേരിയ സൂചന പോലുമില്ല. അത് വീണ്ടെടുക്കാനാവാത്ത വിധം എവിടെയോ കുരുങ്ങിക്കിടക്കുകയാകും. പക്ഷേ ടോട്ടോച്ചാന് കുണ്ഠിതം തോന്നിയില്ല. അവൾ എന്തിനു ദുഃഖിക്കണം? തനിക്കാവുന്നതെല്ലാം അവൾ ചെയ്തു കഴിഞ്ഞു. മാസ്റ്റർ അവളെ ശകാരിക്കുകയോ സഹായിക്കുകയോ ചെയ്യാതിരുന്നത് കൊണ്ട് അവൾക്ക് താൻ ചെയ്തത് ശരിയാണെന്ന് തോന്നി. ആ തോന്നൽ അവളെ സംതൃപ്തിയാക്കി. പക്ഷേ ഇതൊക്കെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാൻ തീരെ ചെറുകുട്ടിയായ ടോട്ടോച്ചാൻ അന്ന് കഴിയുമായിരുന്നില്ല. സാധാരണഗതിയിൽ മുതിർന്നവരാരെങ്കിലും കൊച്ചു ടോട്ടോയെ ഇത്തരമൊരു അവസ്ഥയിൽ കാണുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? എന്ത് തലതിരിഞ്ഞ പണിയാ നീ കാട്ടണേ എന്നോ, ടോട്ടോ നിർത്ത്, അപകടം പിടിച്ച പണിക്ക് പോകണ്ട എന്നോ അവർ പറഞ്ഞേക്കും. ഇനി ചിലപ്പോൾ അവളെ സഹായിക്കാനായി മുന്നോട്ട് വന്നെന്നും ഇരിക്കും. സങ്കല്പിച്ചു നോക്കൂ, തെരച്ചിൽ കഴിഞ്ഞാലേ ഒക്കെ തിരികെ കോരിയിടണം. എന്താ ഇടോ എന്ന് മാത്രം പറയുന്ന ഒരു ഹെഡ് മാസ്റ്റർ. എന്ത് നല്ല ഹെഡ് മാസ്റ്റർ! കൊബായാഷി മാസ്റ്റർ അതായിരുന്നു. ടോട്ടോച്ചാനിൽ നിന്ന് സംഭവം കേട്ടറിഞ്ഞ അമ്മ അതിശയിച്ചു പോയി. ഇതൊരു വിശേഷപ്പെട്ട മാസ്റ്റർ തന്നെയാണല്ലോ. അവർക്ക് പറയാതിരിക്കാനായില്ല. ടോയ്ലറ്റിലേക്ക് നോക്കാനുള്ള ടോട്ടോച്ചാൻ്റെ ജിജ്ഞാസ ഏതായാലും അതോടെ അവസാനിച്ചു. തനിക്ക് പൂർണ്ണമായും വിശ്വസിക്കാവുന്ന ഒരാളായി മാസ്റ്ററെ അവൾ കണ്ടു. അദ്ദേഹത്തോട് അവൾക്ക് മുമ്പത്തേക്കാളും ഇഷ്ടം തോന്നി. ടോട്ടോച്ചാൻ വാക്കുപാലിച്ചു. അവളെല്ലാം തിരികെ ടാങ്കിനുള്ളിലാക്കി. തിരികെ കോരുന്നതൊരു ഭയങ്കര ജോലിയായിരുന്നു. പക്ഷേ വേഗം കഴിഞ്ഞു. ചുറ്റുപാടുമുള്ള അവശിഷ്ടങ്ങൾ മുഴുവനും ടാങ്കിനുള്ളിൽ നിക്ഷേപിച്ചു. വെള്ളം ഊറിയിറങ്ങിയ ഭാഗത്ത് മണ്ണ് കൂടി അവൾ ഉള്ളിലാക്കി. സ്ലാബ് യഥാസ്ഥാനത്ത് കൊണ്ടുവച്ചു. മൺവെട്ടി തിരികെ വാച്ചറുടെ ഷെഡിനുള്ളിൽ കൊണ്ടുവച്ചു. അന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇരുട്ടിലേക്ക് വീണുപോയ തൻ്റെ മനോഹരമായ പേഴ്സിനെക്കുറിച്ച് അവൾ ഓർത്തു ദുഃഖത്തോടെ. പക്ഷേ പകൽ മുഴുവൻ നീണ്ടു നിന്ന കടുത്ത പണി അവളെ പരിക്ഷീണതയാക്കിയിരിക്കുന്നു. ടോട്ടോച്ചാൻ പെട്ടെന്ന് ഉറക്കത്തിലേക്ക് വീണുപോയി. എപ്പോഴെന്നറിയില്ല, അവൾ തൻ്റെ വിയർപ്പിറ്റു വീണ സ്കൂൾ മുറ്റം കണ്ടു. അവിടെ നിലാവെളിച്ചം വീണ് തിളങ്ങുന്ന ഈറൻ മണ്ണ്. മണ്ണിൻ്റെ നനവുകളിൽ എവിടെയോ അവളുടെ പ്രിയപ്പെട്ട പേഴ്സ് വിശ്രമിക്കുന്നു. ടോട്ടോച്ചാൻ്റെ ശരിയായ പേര്. ടോട്ടോച്ചാൻ്റെ ശരിയായ പേര് തെത്സുഗോ എന്നായിരുന്നു. അവളുടെ ജനനത്തിന് മുമ്പ് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഉറപ്പിച്ചു പറഞ്ഞു ആൺകുട്ടി തന്നെയായിരിക്കും. കടിഞ്ഞൽ പ്രസവമായിരുന്നത് കൊണ്ട് അച്ഛനും അമ്മയും അത് വിശ്വസിച്ച് മകന് ടോറു എന്ന് പേരിടാൻ തീരുമാനിച്ചു. തുളച്ചു കയറുന്നത്, നൈരന്ധ്യമുള്ളത്, ശബ്ദം പോലെ മുഴക്കവും സ്ഫുടതയുമുള്ളത് എന്നൊക്കെയാണ് ടോറു എന്ന വാക്കിന് അർത്ഥം. ചൈനയിൽ നിന്ന് വന്ന ആ പദത്തിന് പുരുഷ ലക്ഷണങ്ങൾ അവർക്ക് ഇരുവർക്കും വല്ലാതെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ജനിച്ചത് പെൺകുട്ടിയായിരുന്നു. അല്പം നിരാശ തോന്നിയെങ്കിലും ടോറുവിൻ്റെ ചൈനീസ് രീതിയിലുള്ള ഉച്ചാരണമായ തെസ്കു അവർ തിരഞ്ഞെടുത്തു. പെൺകുട്ടികളുടെ പേരിനോട് ജപ്പാൻകാർ സാധാരണ ചേർക്കാറുള്ള കോ എന്ന പ്രത്യയം കൂടി ചേർത്തപ്പോൾ അത് ശരിക്കും ഒരു പെണ്ണിൻ്റെ പേരായി. ഏവരും അവളെ തെത്സു കോച്ചാൻ എന്ന് വിളിക്കാൻ തുടങ്ങി. ജപ്പാൻകാർ പേരിനോട് ചേർത്ത് വിളിക്കാറുള്ള സാൻ എന്നതിൻ്റെ കൂടുതൽ ജനകീയമായ രൂപമാണ് ചാൻ. കൊച്ചു ടോട്ടോയ്ക്ക് ആ വളഞ്ഞുകുത്തിയ പേര് ഇഷ്ടപ്പെട്ടില്ല. ചോദിച്ചവരോടെല്ലാം അവൾ പറഞ്ഞു ടോട്ടോ ചാൻ. ചാൻ എന്നതും തൻ്റെ പേരിൻ്റെ ഭാഗം തന്നെ എന്നായിരുന്നു അവളുടെ ധാരണ. ഒരു ആൺകുട്ടിയെ എന്ന പോലെ അച്ഛൻ അവളെ ടോട്സ്കി എന്ന് വിളിക്കുമായിരുന്നു. ടോട്സ്കി അച്ഛനെ ഒന്ന് സഹായിക്കുക, അദ്ദേഹം പറയും. ടോട്സ്കി, നമുക്ക് ഈ റോസാ ചെടികളിൽ നിന്ന് പൂച്ചകളെയൊക്കെ അടിച്ചോടിക്കണം കേട്ടോ. മറ്റെല്ലാവരും അവളെ ടോട്ടോച്ചാൻ എന്ന് വിളിച്ചു വന്നു. അച്ഛനും റോക്കിയും ഒഴികെ. സ്കൂളിലെ നോട്ട്ബുക്കിൽ തെത്സുഗോ എന്നെഴുതിയിരുന്നുവെങ്കിലും അവൾ സ്വയം സങ്കല്പിച്ച ടോട്ടോച്ചാനായിട്ടായിരുന്നു. റേഡിയോയിലെ തമാശ രാമന്മാർ. ഇന്നലെ അമ്മ ടോട്ടോച്ചാനോട് പറഞ്ഞു, ടോട്ടോ, ഇനി മുതൽ നീ റേഡിയോയിലെ ഫലിത പരിപാടികൾ കേൾക്കാൻ പാടില്ല, മനസ്സിലായോ? അവൾ ആകെ സ്തംഭിച്ചു പോയി. തടിയിൽ ആഡംബരപൂർവ്വം പണിതെടുത്ത കൂറ്റൻ റേഡിയോകളാണ് അക്കാലത്ത് ഉണ്ടായിരുന്നത്. ദീർഘചതുരാകൃതിയിലുള്ള ഇവയുടെ മുകൾ ഭാഗത്ത് വട്ടത്തിലുള്ള ഒരു കമാനമുണ്ടായിരിക്കും. പിങ്ക് നിറമുള്ള
സിൽക്കിൽ പൊതിഞ്ഞ ചിത്രപ്പണികളോട് കൂടി ഒരു വലിയ സ്പീക്കറിലൂടെയാണ് ശബ്ദം പുറത്തു വരിക. ആകെ 2 നോബുകളെ ഉണ്ടാവുകയുള്ളൂ. ഫലിത പരിപാടിയിലെ തമാശാരാമന്മാരെ ചോട്ടച്ചാന് പണ്ട് തൊട്ട് ഇഷ്ടമായിരുന്നു. സ്കൂളിൽ പോയി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരുടെ പരിപാടികൾ അവൾ കേട്ട് ശീലിച്ചിരുന്നു. സ്പീക്കറിലെ പിങ്ക് സിൽവറിൽ ചെവി ചേർത്ത് വെച്ച് അവൾ ശ്രദ്ധിക്കും. അവർ പറയുന്നതൊക്കെ അപാരമായ തമാശകളായാണ് അവൾക്ക് തോന്നിയിരുന്നത്. അത് കേൾക്കുന്നതിന് ഇന്നലെ വരെ അമ്മ എതിർപ്പ് പറഞ്ഞിട്ടില്ല. ഇന്നലെ ഒരു സംഭവമുണ്ടായി. അച്ഛൻ്റെ ഓർക്കസ്ട്രയിലെ ചില സുഹൃത്തുക്കൾ രാത്രി വീട്ടിൽ വന്നിരുന്നു. സ്ട്രിംഗ് ക്വാർട്ടേഴ്സ്, 2 വയലിൻ, വയോള, സെല്ലോ എന്നീ ഉപകരണങ്ങളിൽ 4 പേർ ചേർന്ന് നടത്തുന്ന സംഗീത പരിപാടിയുടെ പേരാണത്. പരിശീലിക്കാനായിട്ടായിരുന്നു അവർ വന്നത്. ടോട്ടോച്ചാൻ, നോക്ക്, താജിബാന അമ്മാവൻ നിനക്ക് വാഴപ്പഴം കൊണ്ടുവന്നിരിക്കുന്നു, അമ്മ പറഞ്ഞു. പെരുത്ത സന്തോഷത്തിലായ ടോട്ടോച്ചാൻ അച്ഛനോടൊപ്പം സെല്ലോ വായിക്കുന്ന തുത്സുനോ സദാ താച്ചിബാനയെ ഭവ്യതയോടെ വണങ്ങിയ ശേഷം അമ്മയെ നോക്കി ഒരു കാച്ചങ്ങ് കാച്ചി. ഈ വാഴപ്പഴം അസല് തന്തേക്കൊല്ലി സാധനമാണല്ലോ. തുടർന്ന് തമാശ രാമന്മാരുടെ പരിപാടി അവൾക്ക് അച്ഛനും അമ്മയും പുറത്തു പോകുന്ന സമയം നോക്കി രഹസ്യമായി കേൾക്കേണ്ടി വന്നു. നടന്മാർ നല്ല മൂഡിലായിരിക്കുമ്പോൾ ടോട്ടോച്ചൻ തലയറിഞ്ഞ് ചിരിക്കാൻ തുടങ്ങും. മുതിർന്ന ആരെങ്കിലും ആ ദൃശ്യം കാണുകയാണെങ്കിൽ മൂക്കത്ത് വിരൽ വെച്ച് പോകും. അത്ര കടുത്ത വക്രോക്തി ഈ പിഞ്ചു കുഞ്ഞിന് എങ്ങനെ മനസ്സിലാകാനാണ് എന്നായിരുന്നു അവരുടെ ചിന്ത. കുട്ടികൾക്ക് സഹജമായ ഫലിതബോധമുണ്ടെന്ന് പലരും മനസ്സിലാക്കാറില്ല. എപ്പോഴാണ് ചിരിക്കേണ്ടതെന്ന് കുട്ടികൾക്കറിയാം. ഏത് പറക്കമുറ്റാത്ത പ്രായത്തിലും ആയിക്കോട്ടെ, ശരിയായ ഫലിതം കടന്നു വരുമ്പോൾ അവർ അറിഞ്ഞു ചിരിക്കും. പുതിയ തീവണ്ടി വരുന്നു. ഇന്ന് രാത്രിയിൽ ഒരു പുത്തൻ തീവണ്ടി വരുന്നു. ഊണിൻ്റെ ഇടവേളയിൽ മിയോച്ചാനാണ് ഈ വിവരം ഏവരെയും അറിയിച്ചത്. മിയോച്ചാൻ മാസ്റ്ററുടെ 3ാമത്തെ മകളാണ്. ടോട്ടോച്ചാൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നു. ഇപ്പോൾ 6 തീവണ്ടി മുറികളാണുള്ളത്. ഒരെണ്ണം കൂടി വരുന്നു. പുതിയത് ലൈബ്രറിക്ക് വേണ്ടിയാ. മിയോച്ചാൻ താനറിഞ്ഞ വിവരം പ്രഖ്യാപിച്ചു. കുട്ടികൾക്ക് അതിയായ ജിജ്ഞാസ തോന്നി. സ്കൂളിലേക്ക് അതെങ്ങനെയാവോ കൊണ്ടുവരിക? ഒരു കുട്ടി തൻ്റെ സംശയം പ്രകടിപ്പിച്ചു. നിമിഷ നേരത്തേക്ക് ക്ലാസ് നിശബ്ദരമായി. കുട്ടികൾക്ക് അതൊരു കീറാമുട്ടിയായിരുന്നു. ഒടുവിൽ ആരോ ഒരു വഴി കണ്ടുപിടിച്ചു. ഒയ്മാച്ചി ലൈനിലെ പാളത്തിലൂടെ ഓടിച്ച് വന്നിട്ട് ലെവൽ ക്രോസിൽ വെച്ച് ഇങ്ങോട്ട് തിരിയുമായിരിക്കും. എന്നിട്ട് റെയിലിനെ ഇളക്കി മാറ്റുമായിരിക്കും. ആരോ കൂട്ടിച്ചേർത്തു. ചിലപ്പോൾ വെറുമൊരു ഉന്തുവണ്ടിയിലായിരിക്കും കൊണ്ടുവരിക. മറ്റൊരു കുട്ടി പറഞ്ഞു. അതിനോട് പലരും യോജിച്ചില്ല. വലിയ തീവണ്ടി മുറി കൊണ്ടുവരാനല്ലോ ഉന്തുവണ്ടി ഉണ്ടാവില്ല, പിന്നെ എങ്ങനെയാ? കണ്ടെത്തലുകൾ ഏതാണ്ട് അവസാനിച്ചു. ഏതിനും ഒരു കാര്യം അവൾ തീർച്ചയാക്കി. തീവണ്ടി ഉന്തുവണ്ടിയിലെന്നല്ല, കൂറ്റൻ ട്രക്കിൽ പോലും കൊള്ളില്ല. ടോട്ടോച്ചാൻ ഒന്നും മിണ്ടാതിരിക്കുകയായിരുന്നു. പാളം വരും. ഏറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം അവൾ പറഞ്ഞു, അതെ, ഇങ്ങ് സ്കൂളിൻ്റെ ഉള്ളോളം പാളങ്ങൾ ഇടുമായിരിക്കും. എവിടെന്നാ ഇങ്ങ് ഇട്ട് തുടങ്ങുക? ആരോ ചോദിച്ചു. അതിപ്പോൾ എവിടെന്നാ? തീവണ്ടി ഇപ്പോൾ എവിടേക്കാണോ അവിടം തൊട്ട്. ടോട്ടോച്ചൻ്റെ മറുപടി പെട്ടെന്നായിരുന്നു. എങ്കിലും പറഞ്ഞതിലെന്തോ പിശകുണ്ടെന്ന് അവൾക്ക് തോന്നി. തീവണ്ടി എവിടെ നിന്ന് വരുന്നതെന്ന് അവൾക്ക് തിട്ടമുണ്ടായിരുന്നില്ല. മാത്രമല്ല, സ്കൂളിലേക്ക് നേരിട്ട് പാളങ്ങൾ വീടുമെങ്കിൽ വീടുകളും മറ്റും ഇടിച്ചു മാറ്റേണ്ടി വന്നേക്കാം. അത് സാധ്യമല്ലല്ലോ. ഏതായാലും തീവണ്ടി വരട്ടെ. ഇന്ന് വീട്ടിലേക്ക് മടങ്ങണ്ടേ? വീട്ടിൽ തീവണ്ടി മുറിയുടെ വരവ് കാണുക തന്നെ. വിവിധ സാധ്യതകളെക്കുറിച്ച് കഴമ്പില്ലാത്ത ചർച്ചകളുടെ ഒടുവിൽ അവർ തീരുമാനിച്ചു, അതിന് രാത്രി വരെ സ്കൂളിൽ തങ്ങാൻ മാസ്റ്റർ അനുവാദം തരണം. മിയോച്ചാൻ അവരുടെ പ്രതിനിധിയായി അച്ഛൻ്റെ അടുക്കിലേക്ക് പോയി. അല്പനേരത്തിനുള്ളിൽ അവൾ മടങ്ങി വന്നു. പുതിയ മുറിയെ പാതിരയ്ക്കേ വരുള്ളത്രേ. മറ്റു തീവണ്ടികളൊക്കെ ഓട്ടം നിർത്തി കഴിഞ്ഞ് അവൾ അറിയിച്ചു. വരണത് കാണണമെങ്കിൽ എല്ലാവരും വീട്ടിൽ ചെന്ന് അനുവാദം വാങ്ങണമെന്നും പറഞ്ഞു. എന്നിട്ട് അത്താഴം കഴിച്ച് പൈജാമയും കമ്പിളിയും ഒക്കെ വേണമെങ്കിൽ എടുത്ത് അങ്ങ് പോരാം. ഓ, മുമ്പൊന്നും അവർ ഇത്രയേറെ അതിശയിച്ച് കണ്ടിട്ടില്ല. മാസ്റ്റർ പൈജാമ കൊണ്ടുവരാൻ പറഞ്ഞോ? കമ്പിളിയും? ഉച്ച കഴിഞ്ഞ് ആർക്കും തന്നെ പാഠങ്ങളിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പള്ളിക്കൂടം വിട്ട ഉടനെ ടോട്ടോച്ചാൻ്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും വീട്ടിലോട്ട് പാഞ്ഞു. പൈജാമ അണിഞ്ഞ് കമ്പിളി പുതച്ച് പാതിരാത്രിയിൽ വീണ്ടും കണ്ടുമുട്ടാൻ പ്രാർത്ഥിച്ചുകൊണ്ട്. പുത്തൻ തീവണ്ടി വരണം. അതെങ്ങനെയാണ് അവിടെ എത്തിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല. പിന്നെ പൈജാമയും കമ്പിളിയും. എനിക്ക് പോവാലോ? വീട്ടിലെത്തിയ പാടെ അവൾ അമ്മയോട് പറഞ്ഞു. അമ്മയ്ക്ക് അവൾ പറഞ്ഞതൊന്നും പിടികിട്ടിയില്ല. ഇത്രയും കേട്ടാൽ അവർക്ക് എന്താണ് ഊഹിക്കാൻ കഴിയുക? എങ്കിലും ടോട്ടോച്ചാൻ്റെ മുഖത്തെ ഗൗരവഭാവം കണ്ടപ്പോൾ വിശേഷപ്പെട്ട എന്തോ ഒന്നിൻ്റെ സൂചന അവർക്ക് ലഭിച്ചു. ചോദ്യങ്ങൾ കൊണ്ട്
ചിക്കി ചികഞ്ഞാണ് ഒടുവിൽ അമ്മ അത് കണ്ടുപിടിച്ചത്. പുതിയ റെയിൽവേ കോച്ചിൻ്റെ വരവ്. കൊച്ചു ടോട്ടോ അത് കാണേണ്ടത് തന്നെയാണ് അവർ വിചാരിച്ചു. ഇത്തരം അവസരങ്ങൾ അവൾക്ക് മുമ്പുണ്ടായിരുന്നില്ല. റെയിൽവേ കോച്ച് കൊണ്ടുവരുന്നത് കാണാൻ വാസ്തവത്തിൽ അവർക്ക് പോലും ഉണ്ടായിരുന്നു ആഗ്രഹം. അത്താഴം കഴിഞ്ഞു. പൈജാമയും കമ്പിളിയും എടുത്ത് അമ്മയും ടോട്ടോച്ചാനും സ്കൂളിലെത്തി. 10ഓളം പേർ നേരത്തെ വന്നിട്ടുണ്ട്. ചിലർ മുതിർന്ന ക്ലാസ്സിലുള്ളവരാണ്. അവരും ഇവരെ നേരത്തെ അറിഞ്ഞിരുന്നു. പിന്നെ 2-3 പേരുടെ അമ്മാമ്മമാരുണ്ട്. അന്ന് രാത്രി അവിടെ തങ്ങാൻ അവർക്കൊക്കെയും താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ മാസ്റ്റർ അമ്മമാരെയെല്ലാം തിരിച്ചയച്ചു. കുട്ടികളും മാസ്റ്ററും അസംബ്ലി ഹാളിലെത്തി. വരുമ്പോൾ വിളിച്ചുണർത്താം. എന്താ? മാസ്റ്റർ കൊടുത്ത ഉറപ്പിന്മേൽ എല്ലാവരും തങ്ങളുടെ കമ്പിളിക്കുള്ളിൽ ഒതുങ്ങി ഹാളിൽ നിരന്ന് കിടന്നു. തീവണ്ടി മുറി എങ്ങനെയാ വരിക? ആ വിസ്മയവുമായി അവർക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. പക്ഷേ ഏറെ നേരത്തെ ഉത്കണ്ഠമായ ചിന്തകൾക്കും വാഗ്വാദങ്ങൾക്കും ശേഷം കുട്ടികൾ നന്നെ തളർന്നിരുന്നു. ആലസ്യം അവരുടെ കൊച്ചു കണ്ണുകളെ കീഴടക്കി. ഉറപ്പായും വിളിക്കൂലോ എന്ന് പറയാനാവും മുമ്പേ മിക്കപേരും ഗാഢമായ ഉറക്കത്തിലേക്ക് വഴുതി വീണു. എത്തി എത്തി, തീവണ്ടി എത്തി! പ്രളയം വരുന്ന പോലുള്ള ശബ്ദ കോലാഹലം കേട്ട് ഞെട്ടി ഉണർന്ന ചോട്ടാച്ചൻ ഒരു നിമിഷം പോലും പാഴാക്കാതെ പുറത്തേക്ക് കുതിച്ചു. സ്കൂൾ മൈതാനവും കടന്ന് ഗേറ്റിന് പുറത്തെത്തി. പ്രഭാതത്തിലെ മഞ്ഞുപാളികളിലൂടെ ആ രാജകീയമായ വരവ് കുറേശ്ശെ കാണാം. ഭീമാകാരനായ തീവണ്ടി മുറി. ആ കാഴ്ച ഒരു കിനാവ് പോലെ ഇരുന്നു. ചൂളം വിളികളോ താളത്തിലുള്ള മുഴക്കങ്ങളോ ഇല്ലാതെ, പാളങ്ങളില്ലാതെ വിജനമായ തെരുവിലൂടെ ഒരു തീവണ്ടി വരുന്നു. അവനെ ഒരു കൂറ്റൻ ട്രെയിലറിലാക്കിയിരിക്കുകയാണ്. ഒയ്മാച്ചി റെയിൽവേ ഡിപ്പോയിൽ നിന്നുള്ള ഒരു ട്രാക്ടർ ട്രെയിലറിനെ വിളിച്ചു കൊണ്ടുവരുന്നു. ശരിക്കും ഒരു സ്വപ്നം തന്നെ. അതിലുപരി അവരുടെ സംശയങ്ങൾക്ക് ഉള്ള ഉത്തരവും. ഉന്തുവണ്ടിയേക്കാൾ വളരെയേറെ വലിപ്പമുള്ള ട്രെയിലർ. അതിനെ വലിച്ചുകൊണ്ട് വരുന്നതോ ട്രാക്ടർ. എന്ത് വിളിക്കുമെന്ന് ചെറിയൊരു വാഹനം. ആ രീതി അവർക്ക് നന്നെ പിടിച്ചു. ട്രെയിലറിന് മുകളിലേറി പുലർച്ചയുടെ വിജനതയിലൂടെ പുതിയ തീവണ്ടി മുറി മെല്ലെ നീങ്ങുകയായിരുന്നു. ആ കോച്ച് താഴെ ഇറക്കാൻ പണിക്കാരെത്തി. സ്കൂൾ മുറ്റത്ത് വല്ലാത്ത തിക്കും തിരക്കും. അക്കാലത്ത് പടുകൂറ്റൻ ക്രെയിനുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ട്രെയിലറിൽ നിന്ന് കോച്ച് താഴെ ഇറക്കി മൈതാനത്തിൻ്റെ യഥാസ്ഥാനത്തായി സ്ഥാപിക്കുക എന്നത് ശ്രമകരമായിരുന്നു. പണിക്കാർ മുഴുത്ത തടിയുരുളകൾ റെയിൽവേ കോച്ചിനടിയിലായി നിരത്തി. അതിലൂടെ മെല്ലെ ഉരുണ്ട് കോച്ച് സ്കൂൾ പറമ്പിലേക്ക് ഇറങ്ങിത്തുടങ്ങി. ശ്രദ്ധിച്ചോളൂട്ടോ, മാസ്റ്റർ പറഞ്ഞു. ആ കാണുന്ന തടിയുരുളകളാണ് റോളറുകൾ. ഉരുട്ടി നീക്കാനുള്ള അവയുടെ കഴിവുകളാണ് വണ്ടി നീങ്ങുന്നത്. കുട്ടികൾ ഏകാഗ്രമായി ശ്രദ്ധിച്ചു. ഹോ ഹോയ് ഹോ ഹോയ് പണിക്കാർ പാടിക്കൊണ്ടിരുന്നു. കിഴക്ക് ചക്രവാളത്തിൻ്റെ ചുവപ്പിൽ മുഴുകുന്ന പാട്ടിനെത്തുന്നോളം സൂര്യൻ്റെ വരവായി. 6 മുറികളെയും പോലെ ഒരു കാലത്ത് ഒരുപാട് യാത്രികരെയും കൊണ്ട് പാഞ്ഞു നടന്നിരുന്ന ഈ തീവണ്ടിയുടെയും ചക്രങ്ങളും ഇളക്കി മാറ്റിയിരുന്നു. അതിൻ്റെ സഞ്ചാര ജീവിതം അവസാനിച്ചു കഴിഞ്ഞു. അതിനുള്ളിൽ ഇനി കുട്ടികളുടെ പൊട്ടിച്ചിരികളും കലപിലകളും മാത്രം. തങ്ങളുടെ പൈജാമകളിൽ പുലരിവെട്ടം വീണ് വിളങ്ങവേ ടൊമാറ്റോയിലെ ആൺകുട്ടികളും പെൺകുട്ടികളും മതിമറന്ന് ആഹ്ലാദിച്ചു. ആഹ്ലാദ തീരത്താൽ അവർ തുള്ളിച്ചാടി. മാസ്റ്ററുടെ കഴുത്തിൽ പൂണ്ടടക്കം പിടിച്ചു. ആ കൈകളിൽ തൂങ്ങി ഊയലാടി. സംഘം ചേർന്നുള്ള ആക്രമണത്തിൽ വെങ്ങി പൊട്ടുന്നുണ്ടായിരുന്നു. മാസ്റ്റർ അത് കണ്ട് നിറഞ്ഞു ചിരിച്ചു. കൊച്ചു ടോട്ടോയും കൂട്ടുകാരും ഒന്നിച്ചു ചിരിച്ചു. ആഹ്ലാദത്തിൻ്റെ ആ ദിനം അവരിലാരും ഒരിക്കലും മറന്നില്ല. അടുത്തതായിട്ട് ടോട്ടോച്ചാൻ്റെ നീന്തൽക്കുളത്തിൻ്റെ അനുഭവങ്ങളാണ് നമുക്ക് വായിക്കാനുള്ളത്. അത് നമുക്ക് നാളെ അറിയാം. എന്തൊക്കെയാണ് നീന്തൽക്കുളത്തിൻ്റെ പ്രത്യേകത എന്നും നീന്തൽക്കുളത്തിൽ ടോട്ടോച്ചാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും നാളെ അറിയാം.